കോഴിക്കോട് കോട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രവൃത്തി പരിചയം കുറഞ്ഞയാളെ ഡ്രൈവറായി നിയമിച്ച UDF ഭരണസമിതിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഹരിതകർമ്മസേന തൊഴിലാളികളുടെ സമരം 12ാം ദിവസത്തിലേക്ക് കടന്നു. സമരത്തിന് പിന്തുണയുമായി CPIM രംഗത്തുണ്ട്. വേണ്ടത്ര പ്രവൃത്തി പരിചയമില്ലാത്ത ഡ്രൈവറെ കോഴിക്കോട് കോട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ UDF ഭരണസമിതി നിയമിച്ചതിൽ പ്രതിഷേധിച്ച് ഹരിതകർമ്മസേനാംഗങ്ങൾ സമരത്തിനിറങ്ങിയിരുന്നു. സമരം 12ാം ദിവസത്തിലേക്ക് കടന്നിട്ടും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് അനുകൂല തീരുമാനമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കഴിഞ്ഞ ദിവസം CPIM പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. പരിജ്ഞാനമുള്ള ഡ്രൈവർ മാത്രമായിരിക്കണം എന്നത് മാത്രമാണ്. ആ ആവശ്യം പോലും നിരാകരിക്കുന്ന സമീപനമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വീകരിക്കുന്നത്. അതിനെതിരായി ബഹുജനങ്ങളെ ആകെ അണിനിരത്തി ഉജ്ജ്വലമായ പ്രതിഷേധവും മറ്റ് സമര പരിപാടികളും CPIM സംഘടിപ്പിക്കും. പഞ്ചായത്തിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് ഹരിതകർമ്മസേനാംഗങ്ങളുടെ ആവശ്യം. ഞങ്ങൾക്ക് ആരായാലും ഞങ്ങളെ ജോലി കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡ്രൈവറെയാണ് ആവശ്യം. ഇവരെ കൂടെ പോവുകയാണെങ്കിൽ ഞങ്ങളെ ജീവന് മാത്രമല്ല, നാട്ടുകാരുടെ, ഈ ഡ്രൈവറായ കുട്ടിയുടെ, രന്യ എന്നാണ് ആ കുട്ടിയുടെ പേര്, അവരുടെയും ജീവന് തന്നെ ആപത്താവുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വാഹനം ഓടിച്ച് പരിചയമില്ലാത്ത ഡ്രൈവറെ പിൻവാതിലൂടെ നിയമിച്ചതിൽ പ്രതിഷേധിച്ച് ഹരിതകർമ്മസേന വളണ്ടിയർമാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഓഫീസ് കഴിഞ്ഞ മാസം അവസാനം ഉപരോധിച്ചിരുന്നു. തങ്ങളുടെ ജീവൻ അപകടത്തിലാകുന്ന തരത്തിലാണ് UDF ഭരണസമിതിയുടെ തീരുമാനമെന്നും മലമുകളിൽ ഉൾപ്പെടെ ഇത്തരം ആളുകൾ ഓടിക്കുന്ന വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് ആശങ്കപ്പെടുത്തുന്നതായും തൊഴിലാളികൾ ഉന്നയിച്ചു. ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് ഹരിതകർമ്മസേനാംഗങ്ങളുടെ തീരുമാനം. കൈരളി ന്യൂസ്, കോഴിക്കോട്.